ഇത് മഹാന്മാര് നേതൃത്വം കൊടുത്തതും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ സംഘടനയാണ്. മഹാനായ അതെ, നമുക്കറിയാമല്ലോ, കുണ്ടൂർ ഉസ്താദിനെ നമുക്കറിയാം, കെ ഹസൻ മുസ്ലിയാരെ നമുക്കറിയാം, കണ്യത്ത് ഉസ്താദിനെ നമുക്കറിയാം, അതുപോലെ താജുൽ ഉലമയെ നമുക്കറിയാം. അത് കണ്യത്ത് ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആ മഹാൻ കെ ഉസ്താദിനെ അറിയാം. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന റയീസുൽ ഉലമയെ അറിയാം, സുൽത്താനുൽ ഉലമയെ അറിയാം, മുഹീസുന്നെ അറിയാം, താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദിനെ അറിയാം. അവരെല്ലാം ഏതൊരു സംഘടനയാണോ പിന്തുണക്കുന്നത്, അവരാരെയാണോ ഉപദേശിക്കുന്നത്, അവരുടെ കൂടെ നമ്മളും കണ്ണിചേരണം. അങ്ങനെ കണ്ണിചേർന്ന് എല്ലാ വീട്ടിലും സിറാജ് പത്രം എത്തണം, എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തനം നടക്കണം, മഹ്ളറത്തുൽ ബദരിയ നടക്കണം. താജുൽ ഉലമ ഉറൂസുകൾ, താജുൽ ഉലമയുടെ പേരിൽ, മഹാന്മാരെ പേരിൽ, ജീലാനി തങ്ങളെ പേരിൽ, അതേ നൂറുൽ ഉലമയുടെ പേരിൽ ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ നടക്കണം. ഒരിക്കലും തന്നെ നമ്മിൽ ഒരാളെയും നമ്മൾ അകറ്റി നിർത്തരുത്, ആരും നമ്മൾ നകന്നു പോവുകയും ചെയ്യരുത്. ആ നിലക്ക് അർഹമുർ റഹീമീനായ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖ്ലാസോടെയുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. സഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് തന്നെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നിയ്യത്തനുസരിച്ചാണ്.